കാളിദാസ കലാകേന്ദ്രത്തിന്റെ 62ാമത് നാടകത്തിന് കൊല്ലത്ത് തിരശ്ശീലയുയർന്നു. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ശാകുന്തളം എന്ന പേരിൽ കാളിദാസ കലാകേന്ദ്രം അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. പ്രശസ്ത നാടക കലാകാരനായ ഒ മാധവന്റെ ചരമവാർഷിക ദിനത്തിൽ കൊല്ലം സോപാനം കലാകേന്ദ്രത്തിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നാടകം അവതരിപ്പിച്ചത്. മഹാകവി കാളിദാസന്റെ നാടകം അഭിജ്ഞാന ശാകുന്തളത്തിന്റെ പുനർവായന ആയിട്ടാണ് ശാകുന്തളം എന്ന നാടകം കാളിദാസ കലാകേന്ദ്രം അണിയിച്ചൊരുക്കിയത്. കാളിദാസന്റെ ഒരു നാടകം അരങ്ങിൽ എത്തിക്കണമെന്ന കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഏറെ നാളായുള്ള ഒരു ആഗ്രഹ സാഫല്യം കൂടിയാണ് ശാകുന്തളം. എഴുതുന്നവർക്ക് പോലും കാളിദാസന്റെ ഈ നാടകത്തിലേക്ക് എത്തപ്പെടാനോ അല്ലെങ്കിൽ അത് മലയാളത്തിലേക്കാക്കാനോ ഉള്ള ഒരു പ്രയാസം പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ മാറ്റിയത്. ഇപ്രാവശ്യം വളരെ ശക്തമായി തന്നെ ശാകുന്തളം എന്ന് പറയുന്ന നാടകം, ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ശരിക്കുള്ള കഥ അതല്ല, അതിനകത്ത് വേറൊരു കഥയുണ്ട്. മലയാള നാടകവേദിയിലെ പ്രഗത്ഭനായ നാടകകൃത്ത് ജയൻ തിരുമനയുടെ രചനാ വൈഭവത്തിലൂടെയാണ് ശാകുന്തളം രൂപപ്പെട്ടത്. കാളിദാസ കൃതികളിൽ ഒളിപ്പിച്ചു വെച്ച ഭാവ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ട് ആസ്വാദകരെ അത്ഭുതപ്പെടുത്താൻ നാടകകൃത്തിന് കഴിഞ്ഞു. നാടക ചലച്ചിത്ര നടൻ E.A. രാജേന്ദ്രനാണ് ശാകുന്തളം സംവിധാനം ചെയ്തിരിക്കുന്നത്. ലോകോത്തര സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടെ നാടക ഭാഷയിലേക്ക് പുനർസൃഷ്ടിച്ച കാളിദാസ കലാകേന്ദ്രം ഇതാദ്യമായാണ് കാളിദാസന്റെ ഒരു കൃതി അരങ്ങിലെത്തിക്കുന്നതെന്ന് ഒ മാധവന്റെ മകളും നാടക നടിയുമായ സന്ധ്യ രാജേന്ദ്രൻ പറഞ്ഞു. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാളിദാസൻ്റെ നാടകങ്ങൾ എടുക്കണം എന്നൊക്കെ. പക്ഷേ അടുക്കും തോറും അകന്നുകൊണ്ടിരിക്കുന്നൊരു പ്രഹേളിക പോലെയായിരുന്നു. ഷേക്സ്പിയറിൻ്റെ നാടകം എടുത്തിട്ടുണ്ട്, മാക്ബത്ത്, ബർത്തോൾഡ് ബ്രെക്തിൻ്റെ 2 നാടകങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്തുകൊണ്ട് കാളിദാസനെ എടുത്തില്ലെന്ന് നാളെ ചോദിച്ചാൽ മറുപടി ഇല്ലല്ലോ. ശാകുന്തളം എന്ന മലയാള സിനിമയിൽ വയലാർ രാമവർമ്മയും ദേവരാജൻ മാഷും ഒരുക്കിയ ഗാനവിസ്മയങ്ങളും നാടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥയിലൂടെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് കാളിദാസ കലാകേന്ദ്രത്തിന്റെ ശാകുന്തളം എന്ന നാടകം. ഈ പ്രപഞ്ചത്തിന്റെ അധിപനാണ്. ആചാരങ്ങളും വിഗ്രഹങ്ങളും പൂജാവിധികളും വിശ്വാസങ്ങളും ചോദ്യം ചെയ്യുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.